Cost estimation and cost ascertainment. Cost estimation is a process of determining the cost of a certain product, job, or order in advance for budgeting, measurement of performance, efficiencies, preparation of financial statements, valuation of stock, etc. Make or buy decision, fixation of sale price of products. കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര രൂപയാവും എന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണോ ആ പ്രോഡക്റ്റ് വെളിയിൽ നിന്ന് വാങ്ങുന്നതാണോ നമുക്ക് ഫീസിബിൾ, അതും കൂടി നമുക്കിതിൽ അറിയാൻ പറ്റും നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സെയിൽ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് പ്രൈസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റിംഗ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റ് എസ്റ്റിമേഷൻ ചെയ്യാറുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ വാല്യൂ ചെയ്യാനായിട്ട് സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ. ഇനി കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്താ? കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ഇസ് എ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് ഓൺ ദ ബേസ് ഓഫ് ആക്ച്വൽ ഡേറ്റ. ആക്ച്വൽ ഡേറ്റയുടെ ബേസിൽ നമ്മൾ കോസ്റ്റിനെ കമ്പ്യൂട്ട് ചെയ്തെടുക്കുകയാണ്, അതിനെ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്. പ്രോപ്പറായിട്ടുള്ള ഡേറ്റ ഇല്ലാതെയാണ് നമ്മൾ കോസ്റ്റ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്. പക്ഷേ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് അങ്ങനെയല്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡേറ്റ, ആക്ച്വൽ ഡേറ്റയുടെ ബേസിസിൽ തന്നെയാണ് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. ഹെൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഇസ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷനാണ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഫ്യൂച്ചർ കോസ്റ്റാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷനെ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്ന് പറയും. കോസ്റ്റ് എസ്റ്റിമേഷൻ ഫ്യൂച്ചർ കോസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. The interrelationship and importance of cost estimation and cost ascertainment cannot be undermined. രണ്ട് ഇൻ്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, ഒന്ന് നമ്മൾ പ്രോപ്പർ ഡേറ്റ ബേസ് ചെയ്ത് ചെയ്യുന്നതാണ്, അതായത് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ഓൾറെഡി അത് ഇൻകർ ചെയ്ത് കഴിഞ്ഞിട്ട്. കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അത് ഇൻകർ ചെയ്യുന്നതിന് മുമ്പ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ. The ascertained cost will greatly help the management in the process of estimation of rational, accurate cost. അപ്പോൾ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ലാസ്റ്റ് ഇയറിൽ. അപ്പോൾ ആ അസർട്ടൈൻ ചെയ്ത കോസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ കോസ്റ്റ് എസ്റ്റിമേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പനിക്ക് നല്ലൊരു സൗണ്ട് കോസ്റ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും ഈ ഒരു രണ്ട് പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി കോസ്റ്റ് അലോക്കേഷൻ ആൻഡ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ്, നമ്മൾ രണ്ട് കോൺസെപ്റ്റ് പഠിക്കും, കോസ്റ്റ് അലോക്കേഷനും കോസ്റ്റ് അപ്പോർഷൻമെൻറ്റും. ഓക്കെ, അപ്പോൾ രണ്ടും രണ്ടാണ്. കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൊത്തം കോസ്റ്റിനെ എന്ത് ചെയ്യും, നമ്മളൊരു കോസ്റ്റ് സെൻറ്ററിലോട്ട് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിലോട്ട് മൊത്തം കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കോസ്റ്റ് അലോക്കേഷൻ. അപ്പോൾ ഇതിൽ തന്നെ ആ ഡിഫറൻസ് പറയുന്നുണ്ട്. ബേസിസിൽ ഫസ്റ്റ് ഡെഫിനീഷനായിട്ട് പറയുന്നത് അത് തന്നെയാണ്. കോസ്റ്റ് അലോക്കേഷൻ എന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ് ഓഫ് ഹോൾ ഐറ്റംസ് ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് മൊത്തം ഐറ്റത്തിൻ്റെ കോസ്റ്റ് ഒരു കോസ്റ്റ് സെൻറ്ററിലോട്ടോ കോസ്റ്റ് യൂണിറ്റിലോട്ടോ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ്. കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത് ദ അലോട്ട്മെൻറ്റ് ഓഫ് പ്രപ്പോർഷൻസ് ഓഫ് ഐറ്റംസ് ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് എന്ന് വെച്ചാൽ പ്രപ്പോർഷനേറ്റ് ബേസിൽ ഏതെങ്കിലും ഒരു റേഷ്യോയുടെ ബേസിസിൽ ഓക്കെ നമ്മൾ എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും കുറേ കോസ്റ്റ് സെൻറ്റേഴ്സിന്. ഒരു കോസ്റ്റ് സെൻറ്ററിന് ആയിരിക്കത്തില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സിന് നമ്മളൊരു റേഷ്യോയുടെ ബേസിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്ന മെയിനായിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായിരിക്കും. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് നമുക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഷ്യോ, മെഷീൻ അവറാണോ ലേബർ അവേഴ്സ് വരുമോ അതോ ഫ്ലോർ റേറ്റ് വരുമോ, ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചാർജസ് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ ഇതാണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് കോസ്റ്റ് അലോക്കേഷനിൽ ആ കോസ്റ്റിനെ ഒരു കോസ്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് ആണെങ്കിലോ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചറാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ വ്യത്യാസം. ഇനി എക്സാമ്പിൾ കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്റ്റ് വേജസ് അതുപോലെ ഡയറക്റ്റ് ലേബർ ഇതൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് കോസ്റ്റ് അലോക്കേഷൻ എന്നാണ്. ഇനി കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ക്യാൻറ്റീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു കമ്പനിയിൽ. അപ്പോൾ ക്യാൻറ്റീൻ്റെ എക്സ്പെൻസ് എന്ത് ചെയ്യും,
ക്യാൻറ്റീൻ എക്സ്പെൻസ്, ഫാക്ടറിയുടെ ക്യാൻറ്റീൻ എക്സ്പെൻസ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു റേഷ്യോ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലായിരിക്കും ചിലപ്പോൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കൺട്രോൾ. കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കൺട്രോൾ രണ്ടാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നുമെങ്കിലും ഡിഫറെൻ്റ് ആണ്. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈങ് ആൻഡ് എലിമിനേറ്റിംഗ് അവോയ്ഡബിൾ എക്സ്പെൻസസ്. നമുക്ക് അവോയ്ഡബിൾ ആയിട്ടുള്ള എക്സ്പെൻസസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എലിമിനേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സിനകത്തുനിന്ന് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസുകളെ കണ്ടുപിടിച്ചിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്ത് കോസ്റ്റ് കുറയ്ക്കുക. അതാണ് കോസ്റ്റ് റിഡക്ഷൻ. ഓക്കെ, അവിടെ നമ്മളെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും വരുന്നില്ല. നമ്മൾ ഏത് ക്വാളിറ്റിയിലാണോ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സെയിം ക്വാളിറ്റിയിൽ നമുക്ക് പിന്നെയും നമ്മുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ കാരണം ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നില്ല. പീരിയോഡിക് കോസ്റ്റ് റിഡക്ഷൻ ബ്രിങ്സ് ഇൻ എഫിഷ്യൻസി ഇൻ കമ്പനീസ് ഓപ്പറേഷൻസ് ആൻഡ് ബൂസ്റ്റ് പ്രോഫിറ്റ്. അപ്പോൾ പീരിയോഡിക് കോസ്റ്റ് റിഡക്ഷൻ കൂടുതലായിട്ട് നമുക്ക് എഫിഷ്യൻസി കൂട്ടും. കമ്പനിയുടെ എഫിഷ്യൻസി കൂട്ടുമെന്ന് പറഞ്ഞാൽ ഉള്ള റിസോഴ്സ് വെച്ചിട്ട് മാക്സിമം നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റും. അവോയ്ഡബിൾ ആയിട്ടുള്ള കോസ്റ്റൊക്കെ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് പ്രോഫിറ്റ് കൂടും. ഇനി കോസ്റ്റ് കൺട്രോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാണ്, കോസ്റ്റ് കുറയ്ക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആക്ച്വലി നമുക്കൊരു കോസ്റ്റ് ഇൻകറായി കാണും. അതുപോലെ നമ്മളൊരു കോസ്റ്റ് ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആക്ച്വൽ കോസ്റ്റും ബഡ്ജറ്റഡ് കോസ്റ്റും നമ്മൾ എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റീവ് ആക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യും, എങ്ങനെ ആ കോസ്റ്റ് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റീവ് ആക്ഷൻ വെച്ചിട്ട് അങ്ങനെ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് അത് കോസ്റ്റ് കൺട്രോൾ ആവുന്നത്. അപ്പോൾ ആക്ച്വലും ബഡ്ജറ്റഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ കോസ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ അത് കോസ്റ്റ് കൺട്രോളാണ്. ഇനി കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസസ്. മീനിങ്: എ പ്രോസസ് ഓഫ് കൺട്രോളിങ് കോസ്റ്റ് ബൈ കമ്പയറിങ് ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റഡ് കോസ്റ്റ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ കോസ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലും ബഡ്ജറ്റഡ് കോസ്റ്റും ആയിട്ടുള്ള വേരിയേഷൻ നോക്കിയിട്ട് അപ്പോൾ വേരിയേഷൻ അനുസരിച്ച് വേരിയേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക. അതാണ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ യൂണിറ്റ് കോസ്റ്റ് അതിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാതെ നമ്മളെ പ്രോഡക്റ്റിന് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവോയ്ഡബിൾ ആയിട്ടുള്ള കോസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ മാത്രമായിരിക്കും നമ്മൾ കുറയ്ക്കുന്നത്. അല്ലാതെ ക്വാളിറ്റിയിലൊന്നും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും വരുന്നില്ല, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കോസ്റ്റ് റിഡക്ഷൻ. ഇനി എയിം എന്താണ്? കോസ്റ്റ് കൺട്രോളിൻ്റെ എയിം എന്ന് വെച്ചാൽ കോസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. നമ്മൾ ബഡ്ജറ്റ് ചെയ്ത കോസ്റ്റിനേക്കാളും ഒരിക്കലും കോസ്റ്റ് കൂടരുത്. അതാണ് അച്ചീവിങ് ദ കോസ്റ്റ് ടാർഗറ്റ് എന്ന് കോസ്റ്റ് കൺട്രോളിൻ്റെ എയിം പറഞ്ഞേക്കുന്നത്. ഇനി കോസ്റ്റ് റിഡക്ഷൻ ആണെങ്കിലോ എക്സ്പ്ലോർ ദ പോസിബിലിറ്റി ഓഫ് ഇംപ്രൂവിങ് ദ ടാർഗറ്റ് ദംസെൽസ്. അപ്പോൾ അവോയ്ഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ടാർഗറ്റ് ഇംപ്രൂവ് ചെയ്യാതെ എങ്ങനെ നമ്മുടെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം, അവോയ്ഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് കണ്ടുപിടിച്ച് എലിമിനേറ്റ് ചെയ്തുകൊണ്ട്. അതാണ് കോസ്റ്റ് റിഡക്ഷൻ്റെ എയിം എന്ന് പറയുന്നത്. കോസ്റ്റ് കൺട്രോൾ ടോട്ടൽ കോസ്റ്റ് സേവ് ചെയ്യും. കോസ്റ്റ് റിഡക്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് സേവ് ചെയ്യുന്നത്. ഇനി റിഡക്ഷൻ ഇൻ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമില്ല, ചിലപ്പം ക്വാളിറ്റിയിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാം. പക്ഷേ കോസ്റ്റ് റിഡക്ഷൻ ആണെങ്കിൽ ഒരിക്കലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യില്ല. ഇനി നേച്ചർ. കോസ്റ്റ് കൺട്രോളിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ടെമ്പററി ബട്ട് കണ്ടിന്യൂസ് പ്രോസസ്സ്. കോസ്റ്റ് കൺട്രോളിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ടെമ്പററി ആണ്, ബട്ട് അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, പെർമനൻറ്റ് ചേഞ്ച് അല്ല. പെർമനൻ്റ് ആയിട്ട് നമുക്ക് കോസ്റ്റ് കുറയ്ക്കുന്നതല്ല കോസ്റ്റ് കൺട്രോൾ. ഇനി കോസ്റ്റ് റിഡക്ഷൻ ആണെങ്കിൽ അത് പെർമനൻ്റാണ്. ഒരിക്കൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ആ കോസ്റ്റ് പിന്നീട് നമുക്ക് കൂടത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവോയ്ഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ എംഫസിസ് എങ്ങനെയാണെന്നുള്ളത്, നമ്മൾക്ക് കോസ്റ്റ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ എംഫസിസ് ഓൺ ഹിസ്റ്റോറിക്കൽ ആൻഡ് ബഡ്ജറ്റഡ് കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റും ബഡ്ജറ്റഡ് കോസ്റ്റും കമ്പയർ ചെയ്തിട്ടാണ് കോസ്റ്റ് കൺട്രോളിൻ്റെ തീരുമാനം എടുക്കുന്നത്. കോസ്റ്റ് റിഡക്ഷൻ ആണെങ്കിൽ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ് ആയിരിക്കും നമ്മളവിടെ കമ്പയർ ചെയ്യുക. പിന്നെ എൻഡ് വിത്ത് കോസ്റ്റ് കൺട്രോൾ എൻഡ് ചെയ്യുന്നത് ദ പ്രീ ഡിറ്റർമിൻഡ് ടാർഗറ്റ് ഈസ് അച്ചീവ്ഡ്. നമ്മുടെ ബഡ്ജറ്റഡ് ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കോസ്റ്റ് കൺട്രോൾ അവസാനിക്കുന്നത്. ഇനി കോസ്റ്റ് റിഡക്ഷൻ അങ്ങനെ വിസിബിൾ എൻഡൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവോയ്ഡബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും, അതിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് വിസിബിൾ എൻഡൊന്നുമില്ല കോസ്റ്റ് റിഡക്ഷൻ. ഇനി ടൈപ്പ് ഓഫ് ഫങ്ഷൻ എന്ന് വെച്ചാൽ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്
കോസ്റ്റ് റിഡക്ഷൻ കറക്റ്റീവാണ് കേട്ടോ. കോസ്റ്റ് റിഡക്ഷൻ കറക്റ്റീവാണ്. കോസ്റ്റ് കൺട്രോൾ പ്രിവെൻറ്റീവ് ഫംഗ്ഷനാണ്. നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്, കോസ്റ്റ് കൂടാണ്ട് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. പ്രിവെൻറ്റീവ് ഫംഗ്ഷനാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റീവാണ്. ഓക്കെ, കറക്റ്റീവാണ്.